മൊഴിയുടെ ചില വിശദാംശങ്ങൾ വരുന്നുണ്ട്. ആദ്യം അമ്മയെ ആക്രമിച്ചു. ആ അക്രമത്തിന് കാരണം പെൺസുഹൃത്ത് ഫർസാനയെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ആണ്. ഈ വിഷയം രമ്യതയിലാക്കാൻ പിതാവിൻ്റെ മൂത്ത സഹോദരൻ ലത്തീഫ് വന്നിരുന്നു, വീട്ടിലെത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ലത്തീഫിനെ ഏറ്റവും ക്രൂരമായി ആക്രമിച്ച് പിന്നീട് കൊലപ്പെടുത്തുകയായിരുന്നു. കണ്ണൻ നായരാണ് ആദ്യം വിവരങ്ങളുമായി ചേരുന്നത്. കണ്ണൻ, പോലീസ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇവിടെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ ഈ പ്രതി തന്നെ പറയുന്നുണ്ട്. ഈ പ്രതിയുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് സാമ്പത്തിക ബാധ്യത, രണ്ട് ഫർസാനയുമായുള്ള ബന്ധം. ഈ രണ്ട് കാര്യങ്ങളിലും ഉണ്ടായ നിരാശയിൽ നിന്നാണ് പ്രതികാരം ഉടലെടുത്തത് എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രതി ചില കാര്യങ്ങളെങ്കിലും മറച്ചു വെക്കുകയോ കള്ളം പറയുകയോ ചെയ്യുന്നുമുണ്ടാകാം. പോലീസ് എന്താണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനം? പോലീസ് പൂർണ്ണമായ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ ഇന്ന് രാവിലെ ലഭിച്ച മൊഴി അനുസരിച്ച് കുറച്ചുകൂടി ഒരു വ്യക്തത വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. കാര്യം ഫർസാനെ വിവാഹം കഴിക്കുക എന്നുള്ളത് ഈ പ്രതിയുടെ വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഈ അമ്മ ക്യാൻസർ രോഗിയാണ്, അച്ഛൻ വിദേശത്ത് ഒരു തൊഴിൽ നഷ്ടമായി അവിടെ ഒളിവിൽ കഴിയുന്ന ഒരവസ്ഥയാണ്, വീട്ടിൽ സാമ്പത്തിക ഭദ്രതയില്ല, അനിയൻ പഠിക്കുകയാണ്. ആ സമയത്ത് മറ്റൊരു പെൺകുട്ടിയെ കൂടി വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കടുത്ത ഒരു ബാധ്യത അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ലത്തീഫ് നടത്തിയത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടി ലത്തീഫും ഭാര്യയും കൂടി ഈ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഏതാണ്ട് 12 മണിവരെ അവരവിടെ നിന്ന് കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ലത്തീഫ് പറഞ്ഞ പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ ഈ പ്രതിക്ക് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതൊരു വൈരാഗ്യമായി മാറി. അങ്ങനെയുള്ള ഒരു വൈരാഗ്യത്തിന് മൂലമുള്ള ഒരു കൊലപാതകം നടത്തുക എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെ ഉണ്ടായതല്ല, കഴിഞ്ഞ 8 വർഷമായി സാമ്പത്തിക ബാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ എത്രയോ നാളുകൾക്ക് മുമ്പേ ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിലേക്ക് പ്രതി പോയേനെ. സാമ്പത്തിക ബാധ്യത അതുകൊണ്ട് തന്നെയാണ് സാമ്പത്തിക ബാധ്യത മാത്രമല്ല ഇവിടെ ഒരു പ്രശ്നം, മറ്റ് ഏതൊക്കെയോ തരത്തിലുള്ള വിഷയങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇയാൾ കരുതിയിരുന്നത് ഇയാൾ ഇത്രയും പേരെ കൊലപ്പെടുത്തിയ ശേഷം വിഷം കഴിച്ചതുകൊണ്ട് ഇയാൾ മരിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലെ അയാൾ മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. മദ്യവും ഈ എലിവിഷവും എല്ലാം കൂടി ചേർന്ന് ഒരു മരണത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അല്ലാത്ത പക്ഷം അയാൾ മരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പ്രതിക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് ഇപ്പോൾ അയാളുടെ മൊഴി ബഞ്ഞാറമൂട് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തുന്നത്. പൂർണ്ണമായിട്ടും ഒരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുന്നില്ല. ഇനി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ വിശദമായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കൂ. രണ്ട്, ഇയാൾ പറയുന്ന ഇന്നലെ കൊടുത്ത മൊഴി ഇന്ന് പോലീസ് ചില കാര്യങ്ങൾ കള്ളമുണ്ട് എന്ന് പോലീസിന് സ്ഥിരീകരിക്കാൻ സാധിച്ചു. കാര്യം അയാൾ പറഞ്ഞത് സമീപത്തെ ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ ഇന്നലെ കൊണ്ടുവന്ന് സ്വർണം പണയം വെച്ചു എന്നുള്ളതാണ്. പക്ഷേ ആ സ്ഥാപനത്തിൽ പോയി പരിശോധന നടത്തിയപ്പോൾ അവിടെ ഇന്നലെ അങ്ങനെ ഒരാൾ വന്നിട്ടേ ഇല്ല. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ അഫ്സാൻ അവിടേക്ക് എത്തുന്നത്. അവിടെ എത്തി അയാൾ ഒരു മാല പണയം വെക്കുന്നു. അത് ഏതാണ്ട് 90,000 രൂപയ്ക്കാണ് പണയം വെച്ചത്. അഫ്സാനും അദ്ദേഹത്തിൻ്റെ പെൺസുഹൃത്തും ഒപ്പം ഉണ്ടായിരുന്നു. പെൺസുഹൃത്തിൻ്റെ ഈ തിരിച്ചറിയൽ രേഖകൾ കൂടി പരിശോധിച്ച് ആ തിരിച്ചറിയൽ രേഖകൾ കൂടി വെച്ചുകൊണ്ടാണ് അവിടെ നിന്ന് 90,000 രൂപ വാങ്ങുന്നത്. അങ്ങനെ വ്യാഴാഴ്ച എത്തിയ കടയിൽ വീണ്ടും, അതായത് ഇന്നലെ തിങ്കളാഴ്ച വീണ്ടും എത്തി എന്നുള്ളൊരു കള്ളം പറഞ്ഞതിനാണ്. രണ്ടാമത്തെ കാര്യം, ഒരു സമീപത്തുള്ള ആണ്ടവർ മെറ്റൽസ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ് ചുറ്റിക വാങ്ങിയതെന്നാണ് മൊഴി. പക്ഷേ ആണ്ടവർ മെറ്റൽസിൽ നമ്മൾ പോയി സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരാൾ അവിടെ വന്നിട്ടേ ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ആ കടയുടെ ഉടമ പേടിച്ച് സത്യം പറയാത്തതാകാം, അല്ലാത്ത പക്ഷം ഈ പ്രതി കള്ളം പറയുന്നതാവാം. മറ്റൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയാണ് ഇന്നലെ 1.5 പവൻ്റെ മാല പണയം വെച്ചതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു മൊഴി കൂടി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥലത്ത് പോയി പരിശോധിക്കുമ്പോഴും അല്ലെങ്കിൽ അന്വേഷിക്കുമ്പോഴും അവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നത്. അതായത് മൊഴികളിൽ മൊത്തം വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് പോകുന്നത്. ഇന്ന് എന്തായാലും വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിരിക്കും ഇയാളെ ഡോക്ടർമാരുടെ അനുമതിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തുക. അതിനുശേഷം കുറച്ചു നേരം മാത്രമായിരിക്കും ചോദ്യം ചെയ്യാൻ സാധിക്കുക. പിന്നീട് കോടതിയിൽ ഹാജരാക്കണം. അതിനുശേഷം വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിഷ്ഠൂരമായിട്ടുള്ളൊരു കൊലപാതകമാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും അഭിലാഷേ, നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു ചോദ്യമുണ്ട്. അമ്മയെ കൊലപ്പെടുത്തുക അത് സാമ്പത്തിക പ്രശ്നത്തിൻ്റെ പേരിലാകാം, അല്ലെങ്കിൽ ഈ സ്നേഹബന്ധം വിവാഹത്തിലേക്ക് നയിക്കാത്തത് മൂലമാകാം. പക്ഷേ ആ കുഞ്ഞ് അനുജനെ എന്തിനാണ് കൊലപ്പെടുത്തിയത്? 13 വയസ്സ് മാത്രമേ ഉള്ളൂ. എവിടെ പോയാലും ആ കുഞ്ഞ് അനുജനെയും കൊണ്ടായിരുന്നു അയാൾ പോയിരുന്നത്. ആ ഒരു അനുജനെ എന്തിനാണ് കൊലപ്പെടുത്തിയെന്നുള്ള ചോദ്യം വളരെ പ്രസക്തം തന്നെയാണ്. അതിനൊന്നും ഒരു മറുപടി ഇയാളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. ഏറ്റവും എടുത്തു പറയണം മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഇന്ന് രാവിലെ സാധാരണ മനുഷ്യർ നമ്മളൊക്കെ എങ്ങനെയാണോ രാവിലെ എഴുന്നേറ്റ് ഒരു ജീവിതത്തിലേക്ക് പോകുന്നത്, അതിന് സമാനമായ രീതിയിൽ താൻ ഇതൊന്നും ചെയ്ത ആളെ അല്ല എന്നുള്ള ഒരു മാനസികാവസ്ഥയോടുകൂടി മെഡിക്കൽ കോളേജിനകത്ത് മുറയുന്ന ഒരു കൊലപാതകം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. 14 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുഞ്ഞനുജനെ എപ്പോഴും പള്ളിയിലേക്കും മറ്റും സ്വന്തം ബൈക്കിൽ വെച്ചാണ് ഈ കൊലപാതകി കൊണ്ടുപോകാറുണ്ടായിരുന്നത്.
അയാളുടെ ഇൻസ്റ്റഗ്രാം പേജിലടക്കം ഈ അനിയൻ്റെ കൂടെയുള്ള ഫോട്ടോസാണ്. അങ്ങനെ ചേർത്ത് പിടിച്ച 10 വയസ്സ് എളുപ്പമുള്ള അനുജനെ ഇത്ര ക്രൂരമായി കൊല്ലണമെങ്കിൽ ഏത് മാനസികാവസ്ഥയുള്ള ക്രിമിനലാണ് ഇയാൾ എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ ജിബിൻ കൂടിയുണ്ട്. ജിബിൻ ഇന്നലെ ഒരു 8 മണിയോടുകൂടി ആ വീട്ടിൽ എത്തിയതാണ്. ഇപ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടുകാർക്ക് വലിയ അത്ഭുതമായിരിക്കും. സൈലന്റ് ആയിരുന്ന ഒരു ചെറുപ്പക്കാരൻ, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ഇത്രയും ക്രൂരമായ കൊലപാതകം ചെയ്തതിനെക്കുറിച്ച് വലിയ അത്ഭുതം ആ നാട്ടുകാർക്ക് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ അവിടെ എന്താണ് വിവരങ്ങൾ? ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ? അവരിൽ നിന്നൊക്കെ എന്ത് വിവരങ്ങൾ ലഭിക്കുന്നു? അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഇന്നലെ വൈകുന്നേരം ഏകദേശം ഒരു 7:30 കൂടിയാണ് ഇത്തരത്തിലൊരു ക്രൂരകൃത്യത്തിന്റെ വിവരം മാധ്യമങ്ങളൊക്കെ തന്നെ അറിയുന്നത്. അങ്ങനെയാണ് നമ്മളൊരു 8:30 ഈ വീട്ടിലേക്ക് എത്തുന്നത്, 8:15 ഈ വീട്ടിലേക്ക് എത്തുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ ഞെട്ടൽ തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ ഓരോ ആളുകളുടെയും ഉള്ളിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് മുൻപ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരകൃത്യം നടന്നിട്ടുള്ള സ്ഥലമല്ല. ഈ അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ, അദ്ദേഹം മുൻപ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളിലൊന്നും ഏർപ്പെട്ട ആളല്ല. ഈ കുടുംബം ഒക്കെ തന്നെ മാന്യമായി ജീവിച്ച ഈ ഒരു നാട്ടിൽ സാധാരണഗതിയിൽ ജീവിച്ചു പോകുന്ന കുറച്ച് ആളുകളാണ്. അപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ആ ഒരു കുടുംബത്തിൽ ഇത്രയും വലിയൊരു ക്രൂരകൃത്യം ഉണ്ടായി എന്ന് പറയുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇന്നലെ രാവിലെയോടുകൂടിയാണ്, പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇന്നലെ രാവിലെ ഒരു 11 മണിക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലാണ് ഈ ഒരു 5 കൊലപാതകവും നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. 5 കൊലപാതകങ്ങളും അമ്മയെ കൊലപ്പെടുത്താനുള്ള ശ്രമം, ഈ ഒരു 6 കുറ്റകൃത്യങ്ങളും ഇന്നലെ ഒരു 6 മണിക്കൂറിനുള്ളിലാണ് ആ സ്ഥലത്ത് നടന്നത് എന്നുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. ഈ നാട്ടുകാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്നലെ രാവിലെയോട് കൂടി ഏകദേശം 11 മണിയോട് കൂടിയാണ്, പോലീസ് പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു 11 മണിയോട് കൂടി വീട്ടിൽ ഉമ്മയുമായി എന്തോ ഒരു വാക്ക് തർക്കം ഉണ്ടാകും. ഇതിന് പിന്നാലെ ഉമ്മയെ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഉമ്മയെ തല പിടിച്ച് ചുവരിലിടിച്ചുകൊണ്ട്, ഷോള് കഴുത്തിൽ കുടുക്കി തല ക്രൂരമായി ചുവരിലേക്ക് ഇടിച്ചുകൊണ്ട് ഉമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഉമ്മ മരിച്ചു എന്ന് കരുതിക്കൊണ്ടാണ് ഈ ഒരു വീട്ടിൻ്റെ ഈ ഒരു റൂമിൻ്റെ വാതിൽ പൂട്ടി അതിനുശേഷമാണ് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവിടെ നിന്ന് മറ്റൊരു കടയിൽ നിന്ന്, നേരത്തെ പറഞ്ഞ ആൻഡോർ സ്റ്റോർ എന്ന് പറയുന്ന കടയിൽ നിന്ന് ചുറ്റുക വാങ്ങുന്നു. അതിന് പിന്നാലെയാണ് ഈ മേലെ താഴെപ്പങ്ങോട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തുന്ന അവരുടെ ഭാഗത്ത് മാല ആവശ്യപ്പെടുന്നു. അത് കൊടുക്കാത്തത് കൊണ്ടാണ് വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. അതിനുശേഷം മാല കൈവശപ്പെടുത്തുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കൊലപാതകം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഈ അഫാന്റെ പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ഇയാൾ വിളിക്കുന്നത്. കാരണം ഈ അഫാന്റെ ഉമ്മയെ വിളിച്ചിട്ട് ഉച്ച മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല, എന്താണ് കാര്യമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ അഫാനെ നേരിട്ട് വിളിക്കുന്നു. ആ സമയത്താണ് അഫാൻ ആ ഒരു ചിന്ത കൂടി പറഞ്ഞത്. കാരണം ഈ ഒരു കൊലപാതക വാർത്ത കാരണം അഫാന്റെ മനസ്സിൽ ഇപ്പോഴും ഉമ്മ കൊല്ലപ്പെട്ടു എന്നുള്ള ഒരു കാര്യമാണ് മനസ്സിലുള്ളത്. അപ്പോൾ ഉമ്മയെ കൊലപ്പെടുത്തി, വാപ്പയുടെ ഉമ്മയെ കൊലപ്പെടുത്തി, ഈ 2 കൊലക്കാര്യങ്ങളും കൊലയുടെ കാര്യങ്ങളൊക്കെ തന്നെ മുഴുവൻ തൻ്റെ പ്ലാൻ അനുസരിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കുന്നതിന് മുമ്പ് ഇത് പുറത്തറിയുമെന്ന് കരുതിക്കൊണ്ടാണ് ഇവിടെ നിന്ന് നേരെ ആ വീട്ടിലേക്ക് എത്തി അവർ വാപ്പയുടെ സഹോദരനെയും അവരുടെ ഭാര്യയും ഒക്കെ തന്നെ രണ്ടുപേരെയും കൊലപ്പെടുത്തുന്നു. ആ വീട്ടിലും ഒരു സംഘർഷം നടന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ തന്നെയുണ്ട്. അതിനുശേഷം ഈ കൊലപാതകത്തിന് ശേഷം വീട്ടിലുണ്ടായിരുന്ന അലമാരിയും മേശയും ഒക്കെ തന്നെ തുറന്ന് പണമെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമൊക്കെ തന്നെ ആ വീട്ടിൽ നടന്നതിൻ്റെ ലക്ഷണങ്ങളുമുണ്ട്. എന്തായാലും അവിടെ നിന്നാണ് പിന്നീട് ഈ കാമുകിയെ വിളിച്ചിട്ട് എത്രയും വേഗം വീട്ടിലേക്ക് എത്തണമെന്നുള്ള ഒരു കാര്യം അഫാൻ അറിയിക്കുന്നത്. തുടർന്ന് കാമുകി വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലെത്തി മുകളിലെ മുറിയിൽ കയറിയിരിക്കുകയാണ്. അഫാന്റെ മുറി ഈ വീട്ടിന്റെ 2ാമത്തെ നിലയിലാണ്, അവിടെ കയറിയിരിക്കുകയാണ്. ആ സമയത്തും ആ പെൺകുട്ടി അറിയുന്നില്ല താഴത്തെ നിലയിൽ ഈ അഫാന്റെ ഉമ്മ ജീവനോട് മല്ലിട്ട് കിടക്കുന്ന കാര്യമൊന്നും തന്നെ, ജീവിതത്തിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഏറ്റവും പ്രിയമുണ്ടായിരുന്നു എന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്ത് പോയ ഒരു വലിയ ആക്രമണ പരമ്പരയുടെ വിവരങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്.